പ്രവർത്തകർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ മനസ്സംതൃപ്തി നമുക്ക് ലഭിക്കുന്നു എന്നതാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ബഹുമാന്യരായ പ്രസിഡന്റ് കൊടക്കൽ തങ്ങൾ അവറുകൾ കേൾപ്പിച്ചതായ ആ മഹത്തായ ഹദീസിന്റെ വാചകം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഇമാം നബവി റഹിമഹുല്ലാഹു തആല പോലെയുള്ള മഹത്തുക്കൾ ഈ കൊച്ചു ഹദീസിനെ വിശകലനം ചെയ്തിട്ടുണ്ട്. സത്യത്തിന്റെ അഹ്ലുകാർ, അത് വിശ്വാസകാര്യങ്ങളിലായാലും കർമ്മപരമായ വിഷയങ്ങളിലാണെങ്കിലും സത്യത്തിൽ അളവ് വിട്ടുവീഴ്ച ചെയ്യാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകാതെ പല്ലും നഖവും ഉപയോഗിച്ച് അതിനുവേണ്ടി എന്തും സഹിക്കുന്നവരും എന്തു ത്യാഗം ചെയ്യുന്നവരും ഈ സമുദായം എത്ര മുന്നോട്ട് പോയാലും നൂറ്റാണ്ടുകൾ എത്ര കടന്നുപോയാലും ഖിയാമത്ത് നാൾ വരെ സിംഹക്കുട്ടികളും പുലിക്കുട്ടികളും ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്നതാണ് ഈ സമുദായത്തെ ഉമ്മത്ത് മുഹമ്മദിയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ ബനൂ ഇസ്രായേലിലെ നസ്രാനികളും ജൂത സമൂഹത്തിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നതും ഈ സമുദായത്തിന് അല്ലാഹു തആല കനിഞ്ഞേകിയ മഹത്തായ സവിശേഷത എന്ന് പറയുന്നത് ഈ ഹക്കിന്റെ മേലുള്ള മുറുക്കപ്പിടിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, ആ വിശുദ്ധ കിതാബിനെ നാം തന്നെ സൂക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിൽ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കേവലം അതിന്റെ അക്ഷരങ്ങളും അതിന്റെ വാചകങ്ങളും വാക്കുകളും മാത്രമല്ല, നാം ഏറ്റെടുത്തിട്ടുണ്ട് സംരക്ഷിക്കുമെന്ന് പറയുന്നത് ഖുർആന്റെ ലിപികളും അക്ഷരങ്ങളും മാത്രമല്ല, അതിൽ അടങ്ങിയ ആശയങ്ങളും തത്വങ്ങളും ഹക്കും സത്യം ഖിയാമത്ത് നാൾ വരെ വിളിച്ചു പറയുന്നവർ ന്യൂനപക്ഷമെങ്കിലും അതൊരു സംഘടനാ നിലക്ക് വരണമെന്നില്ല, ഒരു വ്യക്തിയെങ്കിലും ആകാം. അഹ്ലുൽ ഹഖ് എന്ന് പറയുന്നത് മൻകാന അലൽ ഹഖ് വലൗ വാഹിദ. നിങ്ങൾ സവാദുൽ ആലമിനെ പിന്തുടരണം. എന്താണ് സവാദുൽ ആലം? ഇവിടെ ചില ആളുകൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആധികാരിക സംഘടന ഞങ്ങളാണ്, കേരളത്തിലെ മുസ്ലിമീങ്ങൾ ബഹുഭൂരിഭാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നവർ ഞങ്ങളാണ്, ഭൂരിപക്ഷം ഞങ്ങളാണ്, മദ്രസ ബഹുഭൂരിഭാഗവും നടത്തിക്കൊണ്ടുപോകുന്നത് ഞങ്ങളാണ്, സ്ഥാപനങ്ങൾ ബഹുഭൂരിഭാഗവും ഞങ്ങളുടെ കയ്യിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഹക്കിന്റെ അഹ്ലുകാരാണ്. ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല. മൻകാന അലൽ ഹഖ് വലൗ വാഹിദ. ചിലപ്പോൾ ഹഖ് തുറന്നു പറയുന്നവർ മശ്രിഖ് മഗ്രിബിന്റെ ഒരു വ്യക്തിയായിരിക്കും, അങ്ങനെയും വരാം. സത്യം എന്ന് പറയുന്നത് എന്നും കയ്പുള്ളതാണ്, അതിന് മധുരമുണ്ടാകില്ല, അത് ഹവൻ നഫ്സ്, തന്നിഷ്ടത്തിന് വിരുദ്ധമായിരിക്കും. തന്നിഷ്ടത്തിനോട് ഒത്തിയെന്നും ആളുകൾ ലഭിക്കുന്നതാണ്. ആളുകൾ ഞങ്ങളുടെ പിന്നിലുണ്ട് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. തന്നിഷ്ടത്തിന് ഒത്തതായ കാര്യം പറഞ്ഞു കൊടുക്കുകയും തടീച്ചക്ക് ഒത്ത കാര്യങ്ങൾ അവരുടെ മുന്നിൽ അനുവദനീയമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ ഓടിക്കൂടുന്നത് അത് സത്യത്തിന്റെ മാനദണ്ഡം, അതിന്റെ തെളിവായി നാം ആരും മനസ്സിലാക്കരുത്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആളുകളെ ചുരുങ്ങി എന്നതൊരു പ്രശ്നമാണോ? അൽഹംദുലില്ലാഹ്, ബഹുവന്യരായ ശൈഖുൻ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും എത്രയായിരുന്നു. അതിൽ നിന്ന് അല്പം പോലും നമ്മളൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. കടന്നുപോയ കാലത്ത് ജീവിച്ച മഹത്തുക്കൾ അനുഭവിച്ച പ്രശ്നങ്ങളും പ്രയാസങ്ങളും എക്കാലത്തും ആദ്യകാലത്ത് ജീവിച്ചവർ ഒരുപാട് സഹിച്ചിട്ടുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ശിഷ്യന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാം, അവരാണ് ഇസ്ലാമിനും വേണ്ടി ദീനിനും വേണ്ടി ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം ജീവൻ പോലും അവർ നൽകേണ്ടി വന്നിട്ടുണ്ട്, അഭിമാനം അവർ സമർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, സ്വന്തം ജന്മനാട് വിട്ടുകൊണ്ട് അന്യനാട്ടിൽ പോയി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്, ഹിജ്റ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം ഹക്കിന് വേണ്ടിയാണ്.
സത്യത്തിന് വേണ്ടിയാണ്. മദ്ഹബിന്റെ ഇമാമുകൾ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ബലപ്പെട്ട അഭിപ്രായ പ്രകാരം മഹാനര് വഫാത്തായത് ജയിലറക്കുള്ളിൽ വെച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാമുൽ ആളം സഹാബത്തിനെ കാണാൻ ഭാഗ്യം ലഭിച്ച ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല തങ്ങൾ വഫാത്തായത് ജയിലറയിൽ വെച്ചാണ് സത്യത്തിനു വേണ്ടി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ അന്നത്തെ ഭരണകൂടം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് ഖദീമായ കലാമാണ്, അള്ളാഹുവിന്റെ ഖദീമായ സിഫത്താണ്. അത് മഖ്ലൂഖിയല്ല എന്ന സത്യം തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം തന്റെ ശരീരത്തിൽ പച്ചയായി ചാട്ടവേർ കൊണ്ട് അടി അടി അനുഭവിച്ച് മഹാനർ തളർന്നു വീണു പോയിട്ടുണ്ട്. എന്റെ സ്ഥാനത്തൊരു ആനയായിരുന്നെങ്കിൽ ആ ആനക്കായിരുന്നു ആ ചാട്ടവേർ കൊണ്ട് അടി കിട്ടിയിരുന്നെങ്കിൽ ആന പോലും ചത്തുപോകുമായിരുന്നേനെ എന്ന് പറഞ്ഞ ഇമാമു അഹ്ലി സുന്ന. ഹഖിന്റെ അഹ്ലുകാരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം അനുഭവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൂരദിക്കിൽ നിന്ന് ബസ്സിൽ കയറിയോ മറ്റോ വന്നു പ്രയാസപ്പെട്ടു പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് അങ്ങനെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയല്ലോ, എന്ത് കിട്ടി കാര്യം ചിന്തിക്കേണ്ട. അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. അല്ലാഹു തആല ഇത് സ്വീകരിക്കുമാറാവട്ടെ. ഹഖിന്റെ പേരിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഹഖാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തുറന്നു പറയുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ പലതും അനുഭവിക്കേണ്ടി വരും, സ്ഥാനങ്ങൾ ഒയ്യേണ്ടി വരും. നമുക്കറിയാം, നമുക്ക് പല സ്ഥാനങ്ങളും ലഭിച്ചിട്ടുണ്ടാകാം. കേരളത്തിൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളിൽ, ഭൗതികമായ സ്ഥാനമാനങ്ങളിൽ ഏറ്റവും വലുത് ഒരു സംഘടനയുടെ അത് സമസ്ത. ഇന്നത്തെ സമസ്തയല്ല, സമസ്ത പിളരുന്നതിന്റെ മുമ്പ് അവിഭക്ത സമസ്ത. സമസ്തയും സംസ്ഥാനവുമായി പിളരുന്നതിന്റെ മുമ്പുള്ള കേരളത്തിലെ ഒരേ ഒരു സംഘടന, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആ സംഘടനയുടെ ഏറ്റവും വലിയ നേതൃസ്ഥാനത്ത് പ്രസിഡന്റ് സ്ഥാനം. ആ സ്ഥാനത്ത് 19-ാം വയസ്സിൽ മുഷാവറയിൽ ചേർന്ന് 19-ാം അംഗമായി ചേർന്ന ഭൂവന്യരായ ശൈഖുന ഉയർന്നു വളർന്ന് കേരളത്തിലെ സ്ഥാപനങ്ങളിലുള്ള എല്ലാ മുദരിസുമാരും ഉസ്താദുമാരും ഒരു പക്ഷേ തന്റെ നേരെ ശിഷ്യന്മാരോ അതല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരോ ഇന്ന് സുന്നി സംഘടന പ്രധാനപ്പെട്ട 3 സംഘടനയുടെയും സെക്രട്ടറിമാർ ആരാണ്? കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ഭൂവന്യരായ സെക്രട്ടറി, നമ്മുടെ എല്ലാമായ ആശയ സ്രോതസ് ഭൂവന്യരായ തങ്ങൾ. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനർ നേരെ ശിഷ്യനാണ്. സമസ്തയുടെ ഗ്രൂപ്പുകളുടെയും സംഘടനയുടെ ജനറൽ സെക്രട്ടറിമാർ ശിഷ്യന്മാരുടെ ശിഷ്യനാണ് ശൈഖുനയുടെ. ആ ഭൂവന്യരായ ശൈഖുന ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയിട്ട് ആ പ്രസിഡന്റ് സ്ഥാനത്തിന് ഒരു ചില്ലിക്കാശിന്റെ വില പോലും കൽപ്പിക്കാതെ, ഒരു പുല്ലുവില കൽപ്പിക്കാതെ സത്യത്തിന് വേണ്ടി ആ പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞ് രാജിവെച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ ധൈര്യം കാണിച്ച, അതിന്റെ ഹക്കിനോടുള്ളതായ തന്റെ കൂറ് പുലർത്തിയ ഭൂവന്യരായ കുത്തുബിത്തങ്ങളോടുള്ള തന്റെ കൂറും പൊരുത്തം സ്നേഹം ജീവിതത്തിലൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമൊക്കെ നാം കേൾക്കാറില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു സംഭവമല്ലേ അത്? ശൈഖുന ഹക്കിന് വേണ്ടിയായിരുന്നു സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തു വന്ന ശൈഖുനയോട് കേരളത്തിലെ പ്രധാനപ്പെട്ട പല സയ്യിദുമാരും വന്നുകൊണ്ട് മഹാനരെ ഉണർത്തിയില്ലേ, നിങ്ങൾ സമസ്തയിൽ നിന്ന് പോകരുത്, സമസ്തയിൽ നിങ്ങൾ ചേരണം, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും, നിങ്ങൾ അപ്രശസ്തരാകും, നിങ്ങളുടെ പ്രശസ്തി നഷ്ടപ്പെട്ടും, നിങ്ങളെ ആളുകൾ പറയാതെ ഓർക്കാതെ നിങ്ങൾ തള്ളപ്പെട്ടു പോകും, ഒറ്റപ്പെട്ടു പോകുമെന്ന് ഭൂവന്യരായ ശൈഖുനയോട് പറഞ്ഞപ്പോൾ ശൈഖുന വളരെ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ നേതാക്കന്മാരോട് പറഞ്ഞത്, ഞാൻ എന്റെ മാതാവിന്റെ വയറ്റിൽ 9 മാസം ഞാൻ ഒറ്റക്കായിരുന്നു, ശേഷം ഇനി ബർസഖി ലോകത്തെത്തിയാലും ഞാൻ ഖബറിൽ ഒറ്റക്കായിരിക്കും, അതിനിടയിലുള്ള ചെറിയൊരു ഇടത്താവളമാകുന്ന ദുന്യവിയായ ലോകത്ത് ഞാനൊരു സത്യത്തിനു വേണ്ടി ഒറ്റപ്പെട്ടു പോകുന്നു എന്ന്, ഞാനത് പ്രശ്നമാക്കുന്നില്ല എന്ന് ധീരതയോടുകൂടെ പറഞ്ഞ ബഹുവന്യരായ ശൈഖുന താജുൽ ഉലമയുടെ അനുയായികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഇവിടെ എത്തിയിരിക്കുന്നു.
ബഹുവന്യരായ ശൈഖിനെ കണ്ടവരായിരിക്കില്ല ഈ കൂടിയ ഈ സദസ്സിൽ ഒത്തുകൂടിയ ബഹുഭൂരിഭാഗം ആളുകൾ. ഇന്നത്തെ SYF-ന്റെ പ്രവർത്തകരിൽ ബഹുഭൂരിഭാഗം ശൈഖിനെ കണ്ടവരായിരിക്കില്ല. ആ ശൈഖിനിൽ നിന്ന് കേട്ടവരിൽ നിന്ന് കേട്ടിട്ടാണ് നമ്മൾ ഈ ഹക്കിനെ കുറിച്ച് പഠിച്ചതും ഈ ഹക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതും. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ദഅവത്ത് ചെയ്തിട്ട് ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ വ ഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസ്വാബിയഹും ബി ആദാനിഹിം വസ്തഗ്ശൗ തിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് സങ്കടം പറഞ്ഞില്ല. പടച്ചവനെ, ഇത്ര കാലമായി ഞാൻ ദഅവത്ത് ചെയ്യുന്നു, രാപ്പകൽ വ്യത്യാസമില്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ നിരന്തരമായി ദഅവത്ത് ചെയ്തിട്ടും വളരെ കുറഞ്ഞ ആളുകളല്ലാതെ ഈ സത്യദീനിലേക്ക് കടന്നു വന്നില്ലല്ലോ. 950 വർഷം വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം എന്ന ശൈഖുൽ അംബിയാ ഹക്കിലേക്ക് പ്രബോധനം നടത്തിയിട്ട് നമുക്കറിയാം, മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കുറഞ്ഞ ആളുകൾ 10ൽ കുറവാണെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏറി വന്നാൽ 80 ആളുകൾ, 40 പുരുഷനും 40 സ്ത്രീയും 950 കാലം ദഅവത്ത് നടത്തിയിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരാളെ ലഭിച്ചവർ, 2 ആളെ ലഭിച്ചവർ, 4 ആളുകളെ ലഭിച്ചവർ, അങ്ങനെയൊക്കെ അമ്പിയാക്കളുടെ ചരിത്രത്തിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എത്ര ആളുകളുണ്ട് എന്ന് വിഷയമല്ല, പറയുന്ന കാര്യം ഹുജ്ജത്തോടുകൂടെ, തെളിവോടുകൂടെ, ന്യായത്തോടുകൂടെ ആരെ മുന്നിലും അത് ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ഭാഗ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്പീക്കർ ഖുത്ബയുടെ വിഷയം ഉച്ചഭാഷണയുടെ അതേപോലെ തന്നെ പരിധിവിട്ട ഉപയോഗം ഇവിടെ ഉണർത്തിയല്ലോ. ഹഖ് എന്നും തെളിയും ഒരു കാലത്ത്, അതിന്റെ പ്രസക്തി ബോധ്യപ്പെടും ഒരു കാലത്ത്. 50 മുമ്പ് തുടങ്ങിയതാണ് ഈ വിഷയം എന്ന് വന്നുപോ. ഖുത്ബയിൽ എന്ന് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയോ, ബാങ്കിൽ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയോ, അന്നത്തെ കാലം മുതൽ മഹാന്മാരായ വലിയ 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 ആലിമ്യങ്ങൾ എതിർത്ത വിഷയമാണ്. നമ്മൾ ചരിത്രം ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ഏതെങ്കിലും കോളേജിൽ ഇറങ്ങുന്നതിനെ പോലെയുള്ള ദേശധാരികളായ തഹ്സീൽ മുസ്ലിയാമാരെ കണ്ടിട്ട് എത്രയോ മുസ്ലിയാക്കന്മാരുടെ അനുവദനീയമാണെന്ന് പറയുന്നില്ലേ, 1-2 ആളുകളല്ലേ ഇത് പാടില്ല എന്ന് പറയുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആലിമ്യങ്ങളെല്ലാം കഴിഞ്ഞു പോയവരാണ്. ആരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്? കേരളത്തിലെല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ ബഹുമാനപ്പെട്ട ഗുരു ബഹുമാന്യരായ ശംസുൽ ഉലമാ ഇബ്നുദ്ദീൻ മുഹമ്മദ് ബിൻ അഹ്മദ് ഖുത്ബി, ആ ഖുത്ബി തങ്ങൾ അംഗീകരിക്കാത്തവരായിട്ട് കേരളത്തിൽ ആരാണുള്ളത്? മഹാന്റെ ഫത്വ വളരെ വ്യക്തമാണല്ലോ. ആ ഖുത്ബി തങ്ങൾ സക്കറാത്തിന്റെ സമയത്ത് പോലും ശ്രദ്ധിക്കണമെന്ന് പറയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത്ര ഗൗരവമുള്ള വിഷയമാണ്. ഖുത്ബി തങ്ങളെ കാണാൻ വേണ്ടി നമ്മുടെ നുസ്രത്തിൽ ബഹുമാനപ്പെട്ട ഫൈസി എഴുതിയ ലേഖനത്തിലുണ്ട്, എല്ലാവരും അത് വായിക്കണം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഓർ ഖുത്ബി തങ്ങളെ കാണാൻ പോയ സമയത്ത് ഖുത്ബി തങ്ങളെ പ്രത്യേകം ഉണർത്തിയത്, നിങ്ങൾ ഈ സ്പീക്കർ ഖുത്ബക്കെതിരെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ അതിനെ എതിർക്കണം. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, ചില ആളുകൾ പള്ളിയിലേക്ക് ഈ സാധനം കടത്തുന്നുണ്ട്, ഖുത്ബ ഫസാദാക്കുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. 3 പ്രാവശ്യം ബഹുവന്യരായ ശൈഖുന ഓരോട് വസിയത്ത് ചെയ്ത് ഉണർത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാ വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴും ഏതെങ്കിലും ഒരു കൗലോ ഏതെങ്കിലും അവന് പറ്റിയൊരു അഭിപ്രായമോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ബഹുവന്യരായ ശൈഖുന കീയ ഓർ സ്പീക്കർ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ മഹാൻ സിംഹമായി സംസാരിക്കുന്നത് ഇതിന്റെ അപകടം മനസ്സിലാക്കിയത് കൊണ്ടാണ്. കേവലം ഒരു അഭിപ്രായ വ്യത്യാസമായിട്ടല്ല ഇത് കണ്ടത്. അങ്ങനെയെങ്കിൽ അത്ര ഗൗരവത്തിലൊന്നും പറയേണ്ടതില്ല. തെരിയ കെട്ടി പിന്നെ വിളിച്ചപ്പെട്ട മഹാദുഷ്ടന്മാർ, മഹാപാപികളാണെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഖുത്ബി തങ്ങൾ അങ്ങനെ ഒരു പദപ്രയോഗം നടത്തണമെങ്കിൽ വിഷയം എത്ര ഗൗരവത്തോടുകൂടെയാണ് ഖുത്ബി തങ്ങൾ കണ്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അസ്ഥാനത്തുള്ള ഉപയോഗം. ഒരു വിശ്വാസി തന്റെ ശരിയായ ഇൻസാഫിന്റെ കണ്ണുകൊണ്ട്, ആ ഒരു ശരിയായ മനസ്സുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണെങ്കിൽ എന്ത് പുണ്യമാണ് ഇതിലുള്ളത്?
ഇബാദത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കാശ് മുടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുണ്യം വേണ്ടേ? ഒരു പുണ്യം ഇതിന്റെ പേരില്ല. പുണ്യമില്ലെന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നു. മുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടു എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. പാലക്കാട് ജില്ലയിൽ ഒരു പള്ളിയിൽ എന്തോ റാത്തീവിനോ ഹദ്ദാദിനോ ഇത് വെച്ച് നടത്തി ആകെ ബഹളമായി, ശബ്ദമായി. അങ്ങനെ പിന്നെ പുറത്തുള്ള അന്യമത്സപ്പെട്ട പലരും വന്ന് പ്രശ്നമാക്കി. അതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട ഹൈദർ ശിഹാബ് തങ്ങൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അമുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടിയെന്നത്, അമുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടുന്നത് നമ്മൾ പരിഗണിക്കുന്നെങ്കിൽ ഇസ്ലാമിനകത്തുള്ള അഹ്ലു സുന്നത്തിൽപ്പെട്ട സാധുക്കളായ ഒരുപാട് മുത്തഖീങ്ങൾ കരയുന്നവരില്ലേ? നമ്മുടെ ബഹുമാന്യനായ ഉസ്താദ് തച്ചിലത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് പാറക്കടവ് പള്ളിയിൽ ബഹുമാനപ്പെട്ട കണാരകണ്ടിയോർ എത്രയോ കാലം ഖുത്ബ നടത്തി മഹാനർ മരിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ അതുവരെ വെച്ചില്ല. തൊട്ടടുത്ത് സ്പീക്കർ ഉണ്ടായിട്ടും മഹാനർ ഖുത്ബക്ക് ഉപയോഗിച്ചില്ല. മഹാനർ മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ സാധനം വെച്ചില്ലേ? എത്രയോ മുത്തമ്മിങ്ങളായ മുഅ്മിനീങ്ങളാ വളരെ താണുകയാണ് അപേക്ഷ കൊടുത്തില്ലേ? ഇതും ഒഴിവാക്കി തരണം. ചെവി കൊണ്ടില്ലല്ലോ. ശേഷമല്ലേ പാറക്കടവിൽ ചില വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെടുകയും ഒരുപാട് കുഴപ്പങ്ങൾ അരങ്ങേറുകയും ചെയ്തത് ഒരു പക്ഷേ ഇതിന് കാരണമായി തീരാം. അല്ലാഹു നമ്മളെ സലാമത്താക്കുമാറാവട്ടെ. എന്തൊക്കെ ഭവിഷ്യത്തുകൾ, പാവങ്ങളോട് കരയുന്നില്ലേ? ബഹുമാന്യരായ തച്ചിലത്ത് ഉസ്താദ് അന്ന് പാറക്കടവിൽ നാദാപുരത്തേക്ക് ടാക്സിയിൽ തിങ്ങിയിരുന്ന് പ്രയാസപ്പെട്ടിട്ടായിരുന്നു. നാദാപുരം വലിയ ചുമത്തുകളിൽ എത്രയോ വർഷങ്ങൾ വെള്ളിയാഴ്ചത്തെ ഖുത്ബക്ക് വേണ്ടി ജുമുഅക്ക് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വാശിയല്ല, ഒന്നുമല്ല. ഒരു സഹിയായ ഖുത്ബയിൽ നിരാക്ഷേപം സഹിയാകുന്ന ഖുത്ബ ജുമുഅ ഒരു നാട്ടിലത് എല്ലാവരുടെയും ഹഖാണ്, അവകാശമാണെന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്തോറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനരുടെ ആളുകളാണെന്ന് പറയുന്നവർ അതെങ്കിലും ഒന്ന് അംഗീകരിച്ചുകൂടെ? ആ കണ്ണിയത്തോറ് പറഞ്ഞത് ഞാനും സദഖയും തമ്മിൽ സിഹത്തിന്റെ കാര്യത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അത് വിധികത്താണ്, ഖിലാഫുൽ ഔലയാണ്, നല്ലതല്ലാത്തതാണ് ഞാനും പറയുന്നു.